അങ്ങനെ ആ ദിവസം വന്നെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. വാവയിൽ എക്സ്പേർട്ട് ആയിരിക്കുകയാണ്. അമ്മയുടെ എല്ലാ ജോലികളും മാറ്റി വെച്ചിട്ട് അമ്മ വാവ എന്ന് പറയുന്ന ഒറ്റയാളിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ എന്റെ ലോകം ഇതാണ് വാവയ്ക്ക് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ. ബാക്കി എല്ലാവരും ഒക്കെ ഈ പേരുമായിട്ട് അങ്ങ് ശീലമായിക്കോളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പേരാണ്. പേരെന്താണെന്നുള്ളത് ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. ഹലോ ഗൈസ്, കേട്ടോ ഇപ്പൊ ഞങ്ങൾക്ക് വ്ളോഗ് എടുക്കാനായിട്ട് എനിക്ക് ഒരാളും കൂടെ കൂട്ടുണ്ട്, കുഞ്ഞു വാവ. എല്ലാവരും എന്നോട് ചോദിച്ചു വാവയ്ക്ക് പേരിട്ടോ വാവയ്ക്ക് പേരിട്ടോ എന്ന്. അങ്ങനെ ആ ദിവസം വന്നെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. വരൂ നമുക്ക് വാവയ്ക്ക് പേരിടാം. അപ്പോ നാളെ നവംബർ 23 ഒരു ഞായറാഴ്ചയാണ്. വാവയ്ക്ക് പേരിടാൻ പോവുകയാണ്. അങ്ങനെ കാത്തിരുന്ന് ആ സുദിനം വന്നെത്തി. നമ്മൾ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ്. വളരെ ഭംഗിയായിട്ടല്ലേ. ഞാൻ ഒരു സാധനം അറിഞ്ഞിട്ടില്ല. പണ്ടൊക്കെ നമ്മൾ ഒരു 28 അല്ലെങ്കിൽ 56 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു ടെൻഷൻ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഒരുക്കണം, ഇതുപോലെ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കണം, ഇതെങ്ങനെ വെക്കണം, എവിടെ ഏത് സാധനം വെക്കണം, ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവില്ലേ. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള യാതൊരു കൺഫ്യൂഷൻസും ഉണ്ടായിട്ടില്ല. ഹാപ്പി ഹൈവ് എന്ന് പറയുന്ന ഇവന്റ് കമ്പനിയോട് പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കണം, അവയുടെ പേരിടലാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് ഒരു കാര്യം കൂടെ പറയണം. അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഇവന്റ്, എൻ്റെ സാരി, എൻ്റെ ബ്ലൗസ്, ഡിസൈൻ ചെയ്ത ബ്ലൗസ്, വാവയുടെ ഉടുപ്പ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ആൾക്കാർ തന്നെയാണ് എനിക്ക് ചെയ്തു തന്നത്. അത് ഈ ഹാപ്പി ഹൈവ് ഇവന്റ് അല്ല, ഋത്വ ഡിസൈൻസ് എന്ന് പറയുന്ന അമൃതയുടെ തന്നെ സ്ഥാപനമാണ്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ അമൃതയെ പരിചയപ്പെടുത്തി തരാം. ബിക്കോസ് നിങ്ങൾക്കൊരു ഫംഗ്ഷൻ ഒന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരാൾ തന്നെ ചെയ്തു തരികയാണെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. ഇതൊക്കെ ഒരു ആചാരമാണല്ലോ. അപ്പൊ ഇതൊക്കെ ഓരോ സാധനങ്ങളും ഇന്ന സ്ഥലത്ത് വെക്കണ്ടേ, ഇത്രയും ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ടേക്കൺ കെയർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പരിചയമില്ലാത്ത ഇതിനിടയിൽ അവിടെ ഒരു തൊട്ടിലിരിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ തൊട്ടിലിനെന്താ ഈ വീട്ടിൽ കാര്യം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ. തൊട്ടിലിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടിയുടെ അന്ന് എല്ലാവർക്കും നമ്മൾ വളരെ ചെറിയ ഒരു ഫംഗ്ഷനാണ്. അതുകൊണ്ടാണ് ഇതിനൊരു ഹോംലി ഫീലാണ് മൊത്തത്തിൽ നമ്മൾ ഈ ഇവന്റിന് കൊടുത്തിട്ടുള്ളത്. ബിക്കോസ് അതൊരു വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഹോംലി ഇവന്റ് ആണല്ലോ. എല്ലാവർക്കും ചിലപ്പോൾ വാവനെ എടുക്കണം, വാവനെ ഒന്ന് ഉമ്മോയിക്കണം എന്നൊക്കെയുള്ള തോന്നലുണ്ടാകുമ്പോൾ എൻ്റെ പീഡിയാട്രീഷ്യൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കൊച്ചിന് മേലുവേദനയായിരിക്കും, കൊച്ച് ഭയങ്കര മൂടിയാവും അല്ലെങ്കിൽ ക്രാങ്കി ആവും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് എല്ലാവരെയും കാണിക്കാനായിട്ട് നമ്മളിങ്ങനെ ഈ തൊട്ടിലിൽ കിടത്തുക, സ്നേഹത്തോടെ എല്ലാവരോടും വന്ന് കണ്ടോളാൻ പറയുക എന്ന്. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ തന്നെ ഈ തൊട്ടിലും വെച്ചിട്ടുള്ളത്. ഇത്രയൊക്കെ പറയുമ്പോൾ പാവം എൻ്റെ മുത്തതാ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കും ഒരു നാളൊരു ഇവന്റ് നടക്കുന്ന വീടല്ലേ ഇത്, ഇവിടെ ഒരു മനുഷ്യനും ഇല്ലേ എന്ന് വിചാരിക്കല്ലേ. പക്ഷെ സത്യം എന്താണെന്ന് ഞാൻ പറയട്ടെ, എൻ്റെ അമ്മായിയമ്മ, എൻ്റെ നാത്തൂൻ എല്ലാവരും നാളത്തെ പരിപാടിക്കുള്ള ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണ്. ഇനി എൻ്റെ ആങ്ങളയോട് ഞാൻ ഇവിടെയൊക്കെയുള്ള കുറച്ച് ഷോപ്പിങ്ങിന് ഞാൻ അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എൻ്റെ ഭർത്താവിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര റിലാക്സ് ചെയ്ത് ഉറങ്ങുന്നു. അടുത്തിന് മുന്നേ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും കിടന്ന് ഉറങ്ങുന്നു. അത് കഴിഞ്ഞ് ഇപ്പം നോക്കിയപ്പോഴത്തേക്കും ഇവിടുത്തെ ഏറ്റവും ലാവിഷായിട്ടുള്ള കസേരയിൽ മറ്റേ വിശാലമായിരിക്കുന്നു. പ്രത്യേകിച്ച് അങ്ങനെ എനിക്കിവിടെ പ്രത്യേകിച്ച് എന്താ റോള് എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്നു. കുഞ്ഞാണെങ്കിൽ രാത്രി ഞങ്ങളെ ഉറക്കാതിരിക്കാൻ വേണ്ടി 8 മണിക്ക് അതിഭീകരമായി കിടന്ന് ഉറങ്ങുന്നു. ഇനി ആകെ ഉള്ളതെന്ന് പറയുന്നത് ഈ കുഞ്ഞിന്റെ സൂപ്പർവൈസർ ഉണ്ട് ഇവിടെ, എൻ്റെ മമ്മി ഒന്ന് വരുമോ. ഇപ്പൊ അമ്മേനോട് ആൾക്കാർ പറയുന്ന അമ്മൂമ്മ ആയതിനു ശേഷം അങ്ങനെ ഒരുങ്ങുന്നൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ ആ ക്ഷീണമൊക്കെ നാളെ തീർക്കാന്നാണ് അമ്മ പറയുന്നത്. ഏതായാലും ഇപ്പൊ എന്തായ അവസ്ഥ എന്നുള്ളത് ഒന്ന് വിളിക്കട്ടെ, നോക്കട്ടെ. ഓ മൈ ഗോഡ്, മൈ മമ്മി ഈസ് കമ്മിങ്. അമ്മയോട് ഞാൻ വാവനെ ആദ്യമൊക്കെ കുളിപ്പിക്കുന്ന കാര്യമൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അമ്മേനോട് പറയേ, എൻ്റെ പൊന്നു മോളെ എനിക്ക് വയ്യ, 30 വർഷം മുമ്പ് ചെയ്ത കാര്യമല്ലേ, എനിക്കൊന്നും അറിയാൻ പാടില്ല, ആരെങ്കിലും ഒക്കെ ഒന്ന് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ സമയത്തേലെ കുട്ടി വന്ന് എല്ലാം പഠിപ്പിച്ചു തന്നു. ഇപ്പൊ അമ്മ എക്സ്പെർട്ട് ആയോ അമ്മ? തീർച്ചയായിട്ടും ഞാൻ എക്സ്പെർട്ടായി ആണ്. അമ്മയ്ക്ക് തന്നെ അതൊന്നും എനിക്ക് വിഷയമല്ല. അതാണ്. ഇപ്പൊ അമ്മ വാവയിൽ എക്സ്പേർട്ട് ആയിരിക്കുകയാണ്. അമ്മയുടെ എല്ലാ ജോലികളും മാറ്റി വെച്ചിട്ട്
അമ്മ വാവ എന്ന് പറയുന്ന ഒറ്റയാളിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ എന്റെ ലോകം. നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എന്നോട് പറയണം. ഞാൻ വാവ എന്ന് അമ്മ ഇങ്ങനെ പുറകെ നടന്ന് പറയുമ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ പഞ്ചായത്ത് മെമ്പറാണ്, അമ്മയ്ക്ക് പോസ്റ്റ് ഓഫീസിലെ വർക്ക് ഉണ്ട്, വീട്ടുകാര്യങ്ങളുണ്ട്, വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല ഇത്രയും വർഷത്തിനിടയ്ക്ക്, ഇതൊക്കെയാണ്. പക്ഷെ എനിക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഭാരിച്ച ഉത്തരവാദിത്തത്തെ നോക്കാൻ അമ്മ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്താണ് മറുപടി പറഞ്ഞത്? 100% ഞാൻ ഉറപ്പ് തന്നു, എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ കുഞ്ഞുവാവയ്ക്ക് വേണ്ടി. അതെ, കാരണം ഈ വർഷവും അമ്മയോട് പഞ്ചായത്ത് മെമ്പർ ആകൂ എന്ന് പറഞ്ഞിട്ടുള്ള അതിഭീകര പ്രഷർ 4 പാടുന്നുണ്ടായപ്പോൾ ഞാൻ ഒറ്റക്കാലിൽ തപസ് ചെയ്തു ഗൈസ്. ഇനി എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ ആറ്റുനോറ്റുണ്ടായ ഒരു പുണ്യം ഞങ്ങൾക്ക് മറ്റൊന്നും, പഞ്ചായത്ത് മെമ്പറല്ല, എന്ത് സ്ഥാനം തന്നാലും ഇതിനപ്പുറം മറ്റൊന്നുമില്ല ഈ ലോകത്തില്. അതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അമ്മേനോട് അങ്ങനെ പറഞ്ഞതിന്റെ പുറത്ത് അമ്മ അതെല്ലാം വേണ്ടെന്ന് വെച്ച്, നിങ്ങളുടെ അമ്മമാര് വീരാണോ, നിങ്ങൾക്ക് വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്യാറുണ്ടോ? ബട്ട് മൈ മമ്മി ഈസ് ലൈക്ക് ദിസ് ഓൺലി. അമ്മേ, ഇതൊക്കെ അമ്മ കണ്ടോ? ഇതൊന്നും കണ്ടിട്ടില്ല. കാരണം എങ്ങനെയാ, സമയം കിട്ടണ്ടേ? എങ്ങനെയുണ്ട്? എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം. 2 മക്കളുള്ള അമ്മയാണെന്ന് പറയുന്നത്. എന്റെ 28, 56 എവിടെയായിരുന്നു അമ്മ? എന്റെ മകൾ, എന്റെ മോനും മോൾക്കും ഒന്നും ഇങ്ങനെ 28, 56 ഇതുപോലെയുള്ള യാതൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ എന്റെ ഓർമ്മകൾ മുഴുവൻ എന്റെ ഈ പേരക്കിടാവിനെ കുറിച്ചുള്ളതാ. അതാണ്, എനിക്ക് 28 ഇല്ല 56 ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മറ്റേ നമ്മൾ പറയില്ലേ, എനിക്ക് പറ്റാതെയൊക്കെ എന്റെ മക്കളിലൂടെ നടത്തണം എന്ന് പറയില്ലേ, പറഞ്ഞ പോലെ എനിക്ക് 28, 56 പേരിടല്, ചോറൂട്, ഇതൊന്നും എനിക്ക് നടത്തിയിട്ടില്ല. എന്നിട്ട് ഞാൻ ചോറൂടിന്റെ കാര്യം ചോദിച്ചപ്പോ എന്നോട് പറയാ, അപ്പുറത്തെ വീട്ടിലെ ലേഖ ചേച്ചി അതിനൊക്കെ ആദ്യമായിട്ട് ചോറ്. ഇനി 2 വാക്ക് സംസാരിക്കാൻ എന്റെ ഭർത്താവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഭർത്താവ് സ്റ്റേജിലേക്ക് വരൂല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാം. ചില്ല് ചെയ്തിരിക്കുന്ന എന്റെ ഭർത്താവിനെ കണ്ടോ? അതെന്തെന്നാന്നറിയോ, ഈ കേറി വരുന്നിടത്ത് തന്നെ വലിയൊരു ഷൂറാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഷൂറാക്കിന് മുഴുവൻ ഷൂസ് ആരുടെയാ? ജീവന്റെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞതിനാണ് ഇത്രയും വലിയ പെർഫോമൻസ് ഇവിടെ നടത്തുന്നത്, അല്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ ഇത്ര ചില്ല് ചെയ്തിരിക്കുന്ന എല്ലാം എന്റെ ഭാര്യ നോക്കിക്കോളും എന്ന് പറയുന്ന ഭർത്താവ്? മൈ ഭർത്താവ് ഇസ് ലൈക്ക് ദാറ്റ് ഓൺലി. എന്ത് പറഞ്ഞാലും പറയാ വിമൻ എംപവർമെന്റ് ആണെന്ന് പറയും. നാളത്തെ ദിവസത്തിൽ ജീവൻ എക്സൈറ്റഡ് ആണോ? ഇനി ഈ വീട്ടില് ഇനി ആൾക്കാരുണ്ട്, പക്ഷെ എല്ലാവരും ഓരോ മൂലയിൽ ഒളിച്ചിരിക്കുകയാണ്. പുറത്തു വരുന്നത് നാളെ മേക്കപ്പ് ചെയ്തേ വരുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന എന്റെ അനിയനുണ്ട്, ഇവന്റ് മാനേജ്മെന്റിലുള്ള ആൾക്കാരുണ്ട്, അവരും മേക്കപ്പ് ചെയ്തിട്ടേ വരുള്ളൂ എന്ന് പറയുന്നത്. അബിക്കുട്ടനുണ്ട്. ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഈ വീട്ടിലെ പല മുറികളിലുണ്ട്, പക്ഷെ ആരും വരുന്നില്ല ഗൈസ്. അപ്പൊ അവരൊക്കെ നാളത്തേക്ക് റെഡിയാകാന്ന് പറയണേ. ബിഹൈൻഡ് ദ സീൻസിലൊന്നും വരാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. മമ്മിയെ ഞാൻ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ച മുറിയിലേക്ക് വിടുകയാണ്. ലെറ്റ് ഹർ ഗോ ആൻഡ് എന്റെ ഭാവേനെ ഉറക്കട്ടെ. ഓക്കെ, ബൈ. നാളത്തെ ദിവസമാണ് നമ്മൾ ഇവിടെ ഇരിക്കേണ്ടതെന്നുണ്ടെങ്കിലും എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി ഇരുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു, നിങ്ങൾക്ക് ഭാവിക്ക് ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഇത് പേരിടുക, പിന്നെ നൂല് കെട്ടുക, കുറച്ച് സ്വർണ്ണം ഇടുക, അങ്ങനെയൊക്കെയാണല്ലോ ചടങ്ങുകൾ എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടി വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്തു. അത് നിങ്ങൾ വിചാരിക്കും ഭയങ്കര പുതിയ എന്തോ സാധനമാണെന്ന്. അല്ലല്ല, വെരി ക്ലീഷേഡ് സാധനങ്ങൾ. അത് നിങ്ങളെ കാണിച്ചു തരാം. അബ്ബ, ഇതാണ് വാവയ്ക്ക് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ. ഇത് അവൾക്കുള്ള മാല. ബിക്കോസ് ഇത്ര കുഞ്ഞതാ, അതുകൊണ്ട് ഇത്രയല്ലേ ഇടാൻ പറ്റുള്ളൂ. മാല, വള. ഇതൊന്നും എൻ്റെ സെലക്ഷൻ അല്ല, ഇതെല്ലാം എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സെലക്ഷനുകളാണ്. ഇത് പാവയ്ക്കുള്ള തള. പിന്നെ അങ്ങനത്തെ അലക്കൊല്ലത്തെ സാധനങ്ങളൊക്കെ, അവരുടെ ഒരു സന്തോഷത്തിനുള്ള സാധനങ്ങളൊക്കെ ഇത് സിൽവറിൻ്റെ ഒക്കെ വാങ്ങിച്ച് ഇതിനകത്തിരിപ്പുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നാളെ. പിന്നെ ബാക്കിയുള്ളത് അരഞ്ഞാണമുണ്ട്. അരഞ്ഞാണം നാളെ ജീവന്റെ വീട്ടിൽ നിന്ന് വരും. പിന്നെ 2 കുഞ്ഞു വളകളും കൂടെ വരും. അത്ര സാധനങ്ങളും കൂടെ അവിടെ നിന്നും കൂടെ വരാനുണ്ട്. ബാക്കി ഇത്രയൊക്കെയാണ് നമ്മൾ നാളെ വാവയെ ഇടിയിപ്പിക്കുന്നത്. അതുപോലെ ഞാൻ ഇതുവരെ വാവയ്ക്ക് പൊട്ടുകുത്തി കണ്ടിട്ടില്ല. അപ്പൊ എല്ലാവരും എന്നോട് പറയും, പെൺകുട്ടിയാണോ തോന്നുന്നതേ ഇല്ലല്ലോ എന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പെൺകുട്ടികളുടെ ഉടുപ്പുകളൊക്കെ ഇടിക്കാൻ തുടങ്ങി. ഇനി നാളെ തൊട്ട് പൊട്ടും തൊടിക്കാന്ന് വിചാരിച്ചു. ഒരു 56 ആവട്ടെ, എന്തെങ്കിലും ഒരു ദിവസം തൊട്ട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാളെ തൊട്ടാണ് പൊട്ടൊക്കെ തൊടിക്കുന്നത്. നിങ്ങളൊക്കെ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് ന്യൂ മദേഴ്സ്, ന്യൂ പാരൻസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? അതുപോലെ തന്നെ പേര് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് ആണെന്ന്
ഞങ്ങൾ റിയലൈസ് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെടുന്ന പേര് ജീവൻ ഇഷ്ടപ്പെടില്ല, ജീവൻ ഇഷ്ടപ്പെടുന്ന പേര് എനിക്ക് ഇഷ്ടപ്പെടില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന പേര് വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല, വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന പേര് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. മൊത്തം കൺഫ്യൂഷൻ. അവസാനം നമ്മൾ തീരുമാനിച്ചു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേരങ്ങ് ഇടാം. വീട്ടുകാർ പോട്ടെ, സാരമില്ല, ബാക്കി എല്ലാവരും ഒക്കെ ഈ പേരുമായിട്ട് അങ്ങ് ശീലമായിക്കോളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പേരാണ്. പേരെന്താണെന്നുള്ളത് ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ, നാളെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നാളെ നല്ല ഡ്രസ്സിൽ, നല്ല സാരിയിൽ, വാവ നല്ല ഉടുപ്പിൽ, പിന്നെ എല്ലാവരും റെഡി ആയിട്ടൊക്കെ ഈ സ്ഥലത്ത് തന്നെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഏതായാലും ഞങ്ങളിന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. ഇന്ന് നേരത്തെ ഉറങ്ങണം എന്നാണ് ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ സാധാരണ ഇപ്പോഴുള്ള കഴിഞ്ഞ ഒരു 50 ദിവസമായിട്ടുള്ള ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവ രാവിലെയൊക്കെ കിടന്നുറങ്ങും. എന്നിട്ട് രാത്രി ഒരു 2 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഫുൾ സ്വിങ്ങിൽ എഴുന്നേൽക്കും. പിന്നെ വൈകുന്നേരം രാവിലെ 7 മണി വരെ ഫുൾ എഴുന്നേറ്റിരിപ്പാണ്. അപ്പം ഇന്ന് അങ്ങനെ ഉണ്ടാവരുത്. ഇന്ന് നമ്മൾ നേരത്തെ കിടത്തി ഉറക്കണം, രാവിലെ ഉറക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഈ ദിവസം തുടങ്ങിയത്. അൺഫോർച്ചുനേറ്റ്ലി ഒരു 2 മണിയായപ്പോൾ ഉറങ്ങിയിട്ട്, ഉച്ചയ്ക്ക് 2 മണിക്ക് ഉറങ്ങിയിട്ട് വൈകുന്നേരം 8 മണിക്കാണ് എഴുന്നേറ്റിട്ടുള്ളത്. അപ്പം ഇനി രാത്രി എന്താവും എന്ന് അറിയില്ല. രാവിലെ 6 മണിക്ക് സാരി ഉടുപ്പിക്കാനുള്ള ആൾ വരും. ഞാനപ്പോൾ സത്യം പറയായിരുന്നു, എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ 6 മണിക്ക് എഴുന്നേറ്റിട്ടില്ല, പരീക്ഷയ്ക്ക് ഞാൻ 6 മണിക്ക് എഴുന്നേറ്റിട്ടില്ല. പക്ഷെ നാളത്തെ പരിപാടിക്ക് സാരി ഉടുപ്പിക്കാനുള്ളവരെത്തുന്നതുകൊണ്ട് രാവിലെ 6 മണിക്ക് കുളിച്ച് ഒക്കെ ഇരിക്കണം. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ നൂലുകെട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നൂലുകെട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻ്റായിട്ട് എഴുതണം. അപ്പോൾ അതുവരേക്കും ഗുഡ് നൈറ്റ്, ബൈ, സീ യു.